കഥയറിയോ നിങ്ങൾക്ക്? ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് സലാലയിൽ തന്നെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക്. പലരുടെയും വിശ്വാസമനുസരിച്ച് കേരളത്തിലെ അവസാന ചേര രാജാവായിരുന്ന ചേരമാൻ പെരുമാളിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. തലമുറകളിലൂടെ കൈമാറി വന്ന ഒരു പാരമ്പര്യമായിട്ടാണ് കാണുന്നത്. കഥ ഇങ്ങനെയാണ്. ഒരു ദിവസം രാത്രി ചേരമാൻ പെരുമാൾ ആകാശത്തെ ചന്ദ്രൻ രണ്ടായി പിളരുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച കാണാനിടയായി. പക്ഷേ അത് എന്താണെന്ന് അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായി. കുറച്ച് നാളുകൾക്ക് ശേഷം അറേബ്യയിൽ നിന്ന് കേരളത്തിലേക്ക് കച്ചവടത്തിനായി വന്നവരോട് അദ്ദേഹം ഈ ഒരു സംഭവത്തെ കുറിച്ച് വിവരിച്ചു. അപ്പോഴാണ് അവർ പറയുന്നത് അത് അല്ലാഹുവിന്റെ ദൂതൻ. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. ഈ ഒമാനിൽ സലാല എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ചേരമാൻ പെരുമാളിൻ്റെ ഒരു കബറടിയുണ്ട്. അതായത് ചേരമാൻ പെരുമാളിനെ അവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നതെന്നാണ് ഇവരുടെ വിശ്വാസം. ഈ ഐതിഹ്യം കേരളത്തിലും ഈ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, കൊടുങ്ങല്ലൂരിലും ഈ പേരൊക്കെ വെച്ചിട്ടുള്ളൊരു പള്ളിയൊക്കെ ഉണ്ട്. അതായത് ചേരമാൻ പെരുമാൾ ഇസ്ലാമിലേക്ക് മതം മാറിയതിന് ശേഷം ഉണ്ടാക്കിയ പള്ളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റെഗുലർ തള്ള്. ഇതൊക്കെ ഈ നമ്മളുടെ ഈ എന്തിനാണ് ഇത് അവതരിപ്പിക്കുന്നത് വെച്ചാൽ, ഈ കോയമാർ പൊതുവേ മണ്ടന്മാരാണ്, ജനറലി മണ്ടന്മാരാണ്. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഇവന്മാർ ഇങ്ങോട്ട് വന്നിട്ട് ഇത് ഡീബങ്ക് ചെയ്യാനോ ഇത് നിങ്ങളിങ്ങനെ പറയരുത്, ഇത് വെറും തള്ളാണ് എന്ന് പറയാനുള്ള ഒരു ശ്രമം ഇവരിൽ നിന്ന് നടക്കാത്തതുകൊണ്ടാണ്. ഈ കഥ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് നാളുകളായിട്ട് നമ്മൾ ഈ കഥ കേൾക്കുന്നതാണ്. ചേരമാൻ പെരുമാൾ സലാലയിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ ഇയാൾ മക്കയിൽ പോയി എന്നിട്ട് ഈ ചന്ദ്രനെ പിളർത്തുന്നത് കണ്ടിട്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐതിഹ്യം. പക്ഷേ ഈ ഐതിഹ്യങ്ങളെയും ചരിത്രത്തെയും യാഥാർത്ഥ്യത്തെയും സയൻസിനെയും വേർതിരിച്ചറിയാൻ പറ്റാത്ത കുറേ മണ്ടൻ ഗുണാപ്പികളാണ് ഇവന്മാരെന്നുള്ളത് ആവർത്തിച്ച് അവരിങ്ങനെ തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. പകരം ഇവർ കൊണ്ടുവരുന്നത്, അതായത് ഇതിന് എക്സ്പ്ലനേഷനായിട്ട് കൊണ്ടുവരുന്നത്, ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയല്ല, ഇതിന് പകരം അവർ വാട്ടർ ബോട്ടറി അടിച്ചിട്ട് വേറെ കഥകളൊക്കെ പറയും. പരശുരാമൻ്റെ കഥയും മറ്റേ മഹാഭാരതത്തിലെയും കഥകൾ, ഐതിഹ്യങ്ങളാണെന്ന് അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ഈ ഐതിഹ്യങ്ങളെ ഡീബങ്ക് ചെയ്യാൻ ധൈര്യമുണ്ടോ സംഘി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു വരും. സോ നമുക്കാദ്യം ഈ കഥ, ഇതിൻ്റെ വൈരുദ്ധ്യം എന്താണ്, ഇതിൻ്റെ നോൺസെൻസ്, ഇതിലുള്ള ഇത്രയും ഭീകരമായ നോൺസെൻസ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ചേരമാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇതെന്താണ്? ഇതൊരു ഐതിഹ്യമാണോ, കഥയാണോ? ചേരമാൻ പെരുമാൾ ഒരു ചരിത്ര അന്വേഷണമാണ്. ഇതിൽ ഐതിഹ്യമല്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ ഇവന്മാർ പറയുന്നത് ഇത് ഐതിഹ്യമല്ലെന്നാണ്. ദിസ് ഇസ് ആക്ച്വലി ഫാക്ട് എന്നുള്ള രീതിയിലാണ് ഇവന്മാർ ഇത് പറഞ്ഞു വയ്ക്കുന്നത്. സോ ലെറ്റ് us എക്സാമിൻ ദിസ് ഫ്രം എ മോർ റാഷണൽ ഗ്രൗണ്ടഡ് പെർസ്പെക്റ്റീവ്. അതിൽ ചരിത്രം വരും, പിന്നെ ഇതിൻ്റെ അകത്തുള്ള എവിടെ നീ ഗുണ്ട് തുടങ്ങിയെന്നുള്ളത് വരും, ഒക്കെ വരും. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്? ഇതൊന്നാമത് ഖുർആനിലുള്ള ഒരു വചനമാണ്. സൂറത്ത് അൽ ഖമർ എന്ന് പറയുന്നതിൽ ആദ്യത്തെ അധ്യായം തന്നെ പറയുന്ന ആദ്യത്തെ വരി, ഈ സൂറ അൽ ഖമറിൽ ആദ്യത്തെ വരി പറയുന്നത് ഈ ചന്ദ്രനെ പിളർത്തി എന്നുള്ളതാണ്. അതാണ് ഈ സൂറത്ത്. ഇതിനോടൊപ്പം തന്നെ ഇവർ വേറെ ഹദീസുകളുണ്ട്. അതായത് ഇതിനെ പിളർത്തി എന്ന് പറയുന്ന ഹദീസുണ്ട്. അത് ഈ ബുഖാരിയല്ല മുസ്ലിമിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവർത്തിച്ച് ഇതിൻ്റെ തഫ്സീറും ഇതിൻ്റെ വിവർത്തനങ്ങളിലും എല്ലാം ഈ ചന്ദ്രനെ പിളർത്തിയ കഥ പറയുന്നുണ്ട്. നമ്മളതിൻ്റെ സയൻസിലേക്ക് പോകുന്നില്ല, അത് ആബ്സല്യൂട്ട് നോൺസെൻസിക്കലാണ്. അങ്ങനെ ചന്ദ്രനെ പിളർത്താൻ പറ്റില്ല. അത്രയും വലിയ ഇതിൻ്റെ സൈസ് എത്രയാണെന്നോ, ഇതിന് എത്ര കിലോ ജുവൽസിൻ്റെ എത്ര ട്രില്യൺ ടൺസ്, ട്രില്യൺ അല്ല, ഐ തിങ്ക് 10⁻⁻20 or 28 zeros വേണം. അത്രയും ജുവൽസ്, അത്രയും എനർജി ഉപയോഗിച്ചാൽ മാത്രമേ അതിലൊരു പോറലെങ്കിലും വിടുന്നുകൊണ്ട് നമുക്ക് ഏൽപ്പിക്കാൻ പറ്റും. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പം മണ്ടത്തരമാണ്. ഖുറാനിലും ആവശ്യം പോലെ മണ്ടത്തരങ്ങളുണ്ട്. അതിലൊരു ഏറ്റവും നല്ല വിശാലമായ ഒരു മണ്ടത്തരമാണ്. പിന്നെ വേറെ മണ്ടത്തരങ്ങളുണ്ട്, മറ്റേ ബുറാക്കിൽ പോയ കാര്യം. അപ്പോൾ ഇതിനെയൊന്നും ഐതിഹ്യങ്ങളാക്കി വെക്കാതെ ഇത് വിശ്വസിച്ച് ഇതിനെ വാലിഡേറ്റ് ചെയ്യുന്ന ഒരു പറ്റം കോയമാരുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ റൂട്ട് ഓഫ് ദിസ് ബുൾഷിറ്റ് ഇസ് ഫ്രം ദീസ് വേഴ്സസ്. അപ്പോൾ ലെറ്റ് us എക്സാമിൻ ദിസ് പോയിന്റ്.
നമുക്കറിയാവുന്ന പഴയ കഥ, നൂറ്റാണ്ടുകളായി കേരളം വിശ്വസിച്ചു പോരുന്ന ഇതിഹാസം. ഇതുപോലെ ഒരുപാട് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഈ ചേരമാൻ ചന്ദ്രനെ കണ്ടു എന്ന് പറയുന്നത്. എന്നിട്ട് ഇദ്ദേഹം സൗദിയിലേക്ക് പോകുന്നു. ഇദ്ദേഹം രാജഭാരമൊക്കെ ഉപേക്ഷിച്ച് ഇയാൾ സൗദിയിൽ മക്കയിൽ പോകുന്നു. മക്കയിൽ ഹജ്ജ് ചെയ്യാൻ പോകുന്നു. അത് പോകുന്ന വഴിക്ക് ഇദ്ദേഹം പ്രവാചകനെ പോയിട്ട് പ്രവാചകനെ കാണുന്നു. പ്രവാചകൻ അവിടെ കൊണ്ടുപോയി പുള്ളി അച്ചാറ് കൊടുക്കുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കയ്യിൽ നിന്ന് കുറച്ച് നമുക്ക് വിടാമല്ലോ, ഉമ്മാരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്കും കുറച്ച് കൊടുക്കാം. എല്ലാവർക്കും കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ മറ്റേ കുപ്പേരിയും ഇതെല്ലാം കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് പുള്ളിക്ക് മൂക്കടപ്പ് പിടിച്ച് സലാലയിലേക്ക് പോയി. ഈ സലാല കേരളത്തിലോട്ട് പോകുന്നതിന് പകരം പുള്ളി സലാലയിലേക്ക് പോവാണ്, മനസ്സിലായി. അങ്ങോട്ട് ഡീവിയേഷൻ എടുത്തിട്ട് ഏകദേശം 1000 കിലോമീറ്റർ നോർത്തിലേക്ക് പോയിട്ട് അവിടെ പോയി ഇദ്ദേഹം ശിരസ് പിളർന്ന് അന്തരിച്ചു. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ പക്ഷേ വാട്ട് എൽസ് ഡു വി നോ അബൌട്ട് ദിസ് മിത്ത്? ഈ മിത്തിൻ്റെ ഫൗണ്ടേഷണൽ ഫ്ലോ എന്ന് പറയുന്നത്, ഈ മുഹമ്മദ് മരിക്കുന്നത് AD 632 അപ്പോൾ 632 മരിച്ച മുഹമ്മദിന് ചേരമാൻ, ഈ ഞാൻ നേരത്തെ പ്ലേ ചെയ്ത വീഡിയോയിൽ ചേച്ചി പറയുന്നത് അവസാനത്തെ ചേരമാൻ എന്നാണ്. ഇനിയിപ്പോൾ ആദ്യത്തെ ചേരമാനെ തന്നെ പിടിച്ചെടുത്താൽ തന്നെ ഈ മഹോദയപുരത്ത് ചേരമാൻ പെരുമാകനാർ AD 9 മുതൽ 12 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ഏകദേശം 844 AD to 1124 CE. ഇനി ആദ്യത്തെ പെരുമാളിനെ പിടിച്ചുകൊണ്ട് വന്നാലും അങ്ങേര് ജീവിച്ചിരുന്ന പീരീഡാണ് 844 AD. അപ്പോൾ അവിടെ പോലും യോജിക്കുന്നില്ല. അതായത് ഏകദേശം 200 വർഷത്തെ ഗ്യാപ്പ് ഇവിടെ കിടപ്പുണ്ട്. ഈ 200 വർഷത്തെ ഗ്യാപ്പ് എങ്ങനെ ഇവർക്ക് ഇത് ഒട്ടിപ്പിക്കാൻ പറ്റും? അതാണ് നമ്മൾ ചോദിക്കാനുള്ളത്. Now, hold on. അപ്പോൾ ഈ 16-ാം നൂറ്റാണ്ടിൽ ഈ ചേരമാന്മാർ കേരളത്തിൽ വരുന്നത്, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ വിജയനഗര രാജാവ് കൃഷ്ണദേവരായർ, ഇദ്ദേഹമാണ് ഇവരെ ചേരമാന്മാരെ ഇവിടെ ഭരിക്കാനായിട്ട് വിടുന്നത്. അത് 9-ാം നൂറ്റാണ്ടിൽ പെരുമാളിനെ കേരളത്തിലേക്ക് ഭരിക്കാനായിട്ട് വിടുന്നു. അവർ ഇത് നോക്കിക്കൊള്ളാം. അതായത് 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിജയനഗര രാജാവായിട്ടുള്ള കൃഷ്ണദേവരായർ 9-ാം നൂറ്റാണ്ടിലുള്ള ഇതാണ് ഈ കേരളോൽപ്പത്തിയിൽ കൊടുത്തിരിക്കുന്ന കഥ. ആ കേരളോൽപ്പത്തിയിൽ പോലും ഇതിൽ ഒരു മേജർ ഹിസ്റ്റോറിക്കൽ അനക്രോണിസം ഉണ്ട്. അനക്രോണിസം എന്ന് വെച്ചാൽ ഈ സമയവുമായിട്ട് മാച്ച് ആവാത്ത ഒരു പൊരുത്തക്കേട്. അത് 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ പെരുമാളിനെ കേരളത്തിലേക്ക് ഭരിക്കാൻ വിടുന്നു. എന്നിട്ടാണ് ഈ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മുഹമ്മദ് ചന്ദ്രനെ പിളർത്തിയപ്പം അത് കണ്ടെന്നും പറഞ്ഞിട്ട് ഇവിടെ തള്ളിമറിക്കുന്നത്. സോ ഇത്രയും അനക്രോണിസം ഇവിടെ കിടപ്പുണ്ട്, ഒരുപാട് ഗ്യാപ്പുകളുണ്ട്. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് നമ്മളുടെ ബാക്ക് ടു ദ ഫ്യൂച്ചറിലെ വണ്ടിയാണ്. നെക്സ്റ്റ്. സോ ഈ പെരുമാൾ എന്ന പേര് ഒരുപാട് രാജാക്കന്മാർ ഷെയർ ചെയ്യുന്നൊരു പേരാണ്. ഒരു ആളിൻ്റെ മാത്രമുള്ള ഒരു പേരല്ല, അതൊരു പദവിയാണ്. ഇറ്റ്സ് എ ടൈറ്റിൽ. അപ്പോൾ ഇത് ഏത് പെരുമാളിനെ പറ്റിയാണ് ഇവർ പറയുന്നതെന്നുള്ള ഒന്നും എവിടെയും വ്യക്തമാക്കുന്നില്ല. അത് വളരെ ലൂസായിട്ട് അങ്ങ് വിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വിടുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ക്യാരക്ടറിനെ മാറ്റാൻ പറ്റും, പേരൊന്നായിരിക്കും. ഇത് ചരിത്രത്തിൽ പലയിടത്തും ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ബൈബിളിൽ എടുത്ത് നോക്കിയാലും ഒരേ പേരുകൾ പലർക്കും കൊടുക്കുന്നതായിട്ട് കാണാം. ഇപ്പം ഖുറാനിൽ മേരിയുടെ പേര്, മോസസിൻ്റെ പീരീഡിൽ ജീവിച്ചിരുന്ന മേരിയുണ്ട്, മുഹമ്മദിൻ്റെ ജീസസിൻ്റെ സമയത്തിൽ ജീവിച്ചിരുന്ന മേരിയുണ്ട്. അപ്പോൾ പണ്ടത്തെ ആൾക്കാർക്ക് സമയം ഈ ഗണിക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയൊന്നുമില്ല. അത് കൃത്യമായിട്ട് കലണ്ടറൊന്നും മാർക്ക് ചെയ്യാനുള്ള അറിവില്ല. എല്ലാം വാമൊഴിയായിട്ട് പറഞ്ഞ് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഈ വാമൊഴിയായിട്ട് പറയുമ്പോൾ എന്ത് പറ്റും? കുറേ ഹിസ്റ്റോറിക്കൽ അനക്രോണിസം സ്വാഭാവികമായിട്ടും
അവിടെ ഉണ്ടാവും. നെക്സ്റ്റ്, ഇപ്പോൾ ഇനിയാണ് ഇതിൽ കോമഡി വരുന്നത്. അതായത് ഈ പെരുമാൾ ഇസ്ലാമിൻ്റെ മാത്രമേ നമ്മൾ ഇത്രയും കേട്ടിട്ടുള്ളൂ. പുള്ളി ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് മക്കയിൽ പോയി പിളർത്തൽ കണ്ട് മക്കയിൽ പോയി തിരിച്ചു വന്നു എന്നുള്ളത് ഈ പെരുമാളിൻ്റെ പുറത്തുള്ള, ഈ ക്യാരക്ടറിൻ്റെ പുറത്തുള്ള ഒരു ഇതാണ്. അതാണ് കൂടുതൽ ആംപ്ലിഫൈഡ് ആയിട്ട് കേൾക്കുന്നത്. കാര്യം മണ്ടന്മാർ കൂടുതലുള്ളത് കോയമാരിലാണെന്നുള്ളത് ഇന്നലത്തെ പ്രസൻറ്റേഷനിൽ ഞാൻ കാണിച്ചു. അതുകൊണ്ട് അതിങ്ങനെ ആംപ്ലിഫൈ ചെയ്ത് അതാണ് കേൾക്കുന്നത്. പക്ഷേ അതല്ലാതെ തന്നെ ക്രിസ്ത്യാനികൾ ഇത് പറയുന്നുണ്ട്. ക്രിസ്ത്യൻ ഐതിഹ്യം എന്തെന്ന് വെച്ചാൽ സെൻറ്റ് തോമസ് ക്രിസ്ത്യാനികളുടെ മാർഗം സ്വീകരിച്ച് മൈലാപ്പൂരിലേക്ക് പോയി. ആര്? ഇദ്ദേഹം. അത് ഒരു പോർച്ചുഗീസ് ഇതിൽ വരുന്ന കഥയാണ്. അപ്പോൾ ഈ പോർച്ചുഗീസ് രേഖകളിൽ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സെൻറ്റ് തോമസിനെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഇതിൽ അദ്ദേഹം ആകർഷ്ടനായിട്ടും പുള്ളി ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ച അയാൾ മൈലാപ്പൂർ തമിഴ്നാട്ടിലേക്ക് പോയ കഥയുണ്ട്. അത് ക്രിസ്ത്യാനികൾ പറയുന്നതാണ്. പക്ഷേ അത് ഇന്നാരും അധികം എടുത്തിട്ട് തള്ളാറില്ല, കാരണം അവർക്ക് വെളി വന്നു കഴിഞ്ഞു. പിന്നെ ബുദ്ധൻ, ജൈനൻ, ഇവന്മാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. കാര്യം ബുദ്ധന്മാരെ കംപ്ലീറ്റ് നമ്മൾ ചവിട്ടിക്കൂട്ടി കൊന്ന്. അതുകൊണ്ട് ബുദ്ധന്മാരുടെ കഥയൊന്നും ഇവിടെ ആരും അത് പറയാറില്ല. അവർക്കും ഇതുണ്ട്. അത് രാജാധികാരം ഉപേക്ഷിച്ച് ബുദ്ധവിഹാരത്തിലേക്ക് പോയി എന്ന് പറയുന്നതും അത് പള്ളിബാണു പെരുമാൾ ഇതിഹാസം. ഇതൊക്കെ നിങ്ങൾ പോയിട്ട് അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കിട്ടും. ഇത് ഒരുപാടുണ്ട്. പിന്നെ ശൈവമതം അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ചേരമാൻ പെരുമാൾ ഒരു നായനാർ ആണെന്നാണ്. അതിലിവർക്ക് 63 64 നായനാർമാരുണ്ട്. അതിൽ ഒരാളാണ് ഈ ചേരമാൻ എന്നാണ് പറയുന്നത്. സോ ഈ ക്യാരക്ടർ ഇങ്ങനെ നമ്മളുടെ തമിഴ്നാട്ടിലും കേരളത്തിലും ദ്രാവിഡ സംസ്കാരത്തിൽ കർണാടക ഇവിടെ എല്ലാം തന്നെ ഇതേ ഐതിഹ്യം, ഈ ചേരമാൻ എന്നുള്ള പേരിൽ പല വിധത്തിലും വാലിഡേഷന് വേണ്ടി ഇവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ചേരമാനെ അവർ പൊക്കിക്കൊണ്ട് നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു കൾച്ചറിൽ ഇതുപോലുള്ള കൾച്ചറൽ ഹീറോസ് നമുക്ക് ആവശ്യമാണ്. നമ്മളുടെ പൊസിഷനും നമ്മളുടെ പവറും കൺട്രോളും വാലിഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് സർട്ടൺ ഈ സ്റ്റോറീസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ബിംബങ്ങളെ നമ്മൾ സൃഷ്ടിക്കുന്നത്. അത് ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ക്യാരക്ടേഴ്സിനെ അടർത്തിയെടുത്തുകൊണ്ട് അവരുടെ പേരിൽ അവരുടെ മേൽ കുറേ ആട്രിബ്യൂട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് പൊതുവെ എല്ലാ സംസ്കാരങ്ങളിലും ഉടനീളം നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഒരേ പേരുള്ള പല ക്യാരക്ടേഴ്സ് റിക്കർ ചെയ്യുന്നത്. അത് വില്ലനായാലും ഹീറോ ആയാലും. ഇപ്പോൾ ജോസഫ് ക്യാമ്പലിൻ്റെ ജേർണി ഓഫ് ദ ഹീറോ എന്ന് പറയുന്ന അത് വാസ് കോൾ ഈ എപ്പിക്കുകൾ, എല്ലാ എപ്പിക്കുകളും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് മോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു ഫൗണ്ടേഷണൽ സ്റ്റോറിയിൽ നിന്നും ഇങ്ങനെ അവർക്ക് പല അഡ്വഞ്ചേഴ്സ് ഉണ്ടാകുന്നു. ഇപ്പോൾ എപ്പിക് ഓഫ് ഗിൽഗമേഷ് എടുത്ത് നോക്കുമ്പം വൺ ഓഫ് ദ ഏർലിയസ്റ്റ് എപ്പിക്സ്. അതിലും ഇതുപോലത്തുള്ള വലിയ വലിയ ധീര കർത്തവ്യങ്ങൾ ചെയ്യുന്ന ഒരു ധീരനായിട്ടുള്ള ഒരു സെൻട്രൽ ഫിഗറും അതിനോടനുബന്ധിച്ച് കുറേ സെക്കൻഡറി ക്യാരക്ടേഴ്സും ഒരു വിശുദ്ധ ക്യാരക്ടർ ഉത്തിനപിഷ്ടം, അതിൽ ഉത്തിനപിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഈ ഡിവിനിറ്റി കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇപ്പോൾ നോർത്ത് കൊറിയയിലും ഇതേപോലത്തെ ഡിവിനിറ്റി അവർ ആട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ആ പേരുകൾ ഇനിയിപ്പോൾ ഒരു 100-200 കൊല്ലം ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിൽക്കുകയാണെങ്കിൽ ഈ ക്യാരക്ടേഴ്സൊക്കെ അനക്രോണസ്റ്റിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് മാറ്റാൻ പറ്റും. ആൾ ചെയ്ത കർത്തവ്യം, ഈ ആൾ ചെയ്ത കർത്തവ്യം. അപ്പം മിത്ത് മേക്കിംഗ് മതങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും രാഷ്ട്രീയങ്ങളുടെയും ഒക്കെ ഒരു ഫൗണ്ടേഷണൽ ബേസിസാണ്, ഒരു ഫൗണ്ടേഷണൽ തിയറിയാണ്. നമുക്ക് മിത്തുകൾ ആവശ്യമാണ്. അപ്പോൾ മിത്തുകളുണ്ടെങ്കിൽ നമുക്ക് പല ഗുണ്ടുകളും അതിൻ്റെ പുറത്തുണ്ടാക്കി വയ്ക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു കേരളത്തിൽ മാത്രം നിലനിന്നിരുന്ന ഒരു ഗുണ്ടാണ് ഇത്. So why do we still keep talking about this today? It is because ഈ കൺട്രോൾ നിലനിർത്താനായിട്ട് ഇവർ ചെയ്ത് കൂട്ടുന്ന ഈ പല മണ്ടത്തരങ്ങളും നമ്മൾ എടുത്ത് കാണിക്കുമ്പോൾ ഒന്നാമത് ഇതിൻ്റെ ഫൗണ്ടേഷനേ തെറ്റാണ്. ഏത് ചന്ദ്രനെ പിളർത്തി മുഹമ്മദ് അള്ളാഹുവിനെ കണ്ടു, അല്ലെങ്കിൽ അള്ളാഹുവും മുഹമ്മദും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് കണ്ടിന്യൂ ചെയ്തിട്ട് ചന്ദ്രനെ പിളർത്തി അടുത്ത വേറൊരു ഗുണ്ട്, അതിൻ്റെ പുറത്ത് ഇത് കണ്ടെന്ന് പറയുന്ന വേറൊരു ചേട്ടൻ അതിനെ വാലിഡേറ്റ് ചെയ്തിട്ട് ഇവരെല്ലാവരും ഇയാൾ അങ്ങോട്ട് പോകുന്നു, എന്നിട്ട് ഇയാൾ ഇവിടെ ഇപ്പോൾ കുഴിച്ചിട്ടിരിക്കുകയാണ്. ഒമാനിൽ ഇയാളുടെ ബോഡി കുഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്.
അപ്പം എന്തിനാണ് ഈ കഥ ആദ്യം ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോർച്ചുഗീസുകാരെ എതിർക്കാൻ വേണ്ടി പോർച്ചുഗീസുകാർക്ക് അതാണ് പറഞ്ഞത്, ഈ ഫൗണ്ടേഷൻ നമ്മൾ ആൾക്കാരെ ഒരുമിപ്പിച്ച് നിർത്താനായിട്ട് നമുക്ക് സ്റ്റോറീസ് വേണം, ആൾക്കാരെ ഒന്നിൽ വിശ്വസിപ്പിക്കാനായിട്ട് നമുക്ക് കുറേ ഫൗണ്ടേഷണൽ ഹെറിറ്റേജ് വേണം. നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന, നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ട എല്ലാവരും വിശ്വസിക്കുന്ന ചില മിത്തുകൾ അത്യാവശ്യമാണ്. അങ്ങനെ ഒരു മിത്താണ് ഈ ചേരമാൻ്റെ മിത്ത്. അപ്പോൾ ആൾക്കാരെ ഒരുമിച്ച് നിർത്തുന്നു, ഈ മിത്തിനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ക്യാരക്ടറിനെ പഴയ കഥകളിൽ നിന്നും അടർത്തിയെടുത്തിട്ട് അവിടെ അത് സ്ഥാപിക്കുകയാണ്. സോ നെക്സ്റ്റ് now for some real history about this character. 849 തിരസാപ്പള്ളി ചെപ്പേടുകൾ, അതായത് കോപ്പർ പ്ലേറ്റുകളാണ്. ചെപ്പേടുകൾ നൽകുന്ന തെളിവെന്ന് വെച്ചാൽ കൊല്ലം നഗരത്തിൽ നിന്നുള്ള ഈ ശാസനകൾ, ഈ എഡിക്ട്സ് അല്ലെങ്കിൽ ഈ ഓർഡിനൻസസ് കൂഫിക് അറബിയിലും മറ്റ്, അതായത് ഈ ഖുറാൻ എഴുതിയിട്ടുള്ള കൂഫിക്, ഖുറാൻ്റെ ഏർലിയസ്റ്റ് ലിപിയാണ് കൂഫിക് സ്ക്രിപ്റ്റ്, ഒപ്പുവെച്ച് വിദേശ വ്യാപാരികളുണ്ട്, വിദേശ വ്യാപാരികളുണ്ട്, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ഒരു രാജാവ് മതം മാറിയില്ലെങ്കിലും മുസ്ലിം ക്രിസ്ത്യൻ വ്യാപാരികൾ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു എന്ന് ഇത് തെളിയിക്കുന്നു. മുസ്ലിം കച്ചവടക്കാർ ഈ അറൗണ്ട് 840 AD അവർ കേരളത്തിൽ വന്ന് കച്ചവടം നടത്തിയിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം. അതാണ് ആ ലോക്കൽ സ്ക്രിപ്റ്റും കൂഫിക് സ്ക്രിപ്റ്റും കൂടി ഇൻ്റർമിങ്കിൾ ചെയ്തിട്ട്, അത് ഇൻ്റർസ്പേഴ്സ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവർ വെറും കച്ചവടക്കാരായിരുന്നു. അവർക്കിങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ പിന്നെ കുറച്ച് നാളെ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കൂടെ ഈ ദാവാ പ്രവർത്തകർ വന്നത്. അപ്പോൾ ഇനിഷ്യലി അവരിവിടെ വന്നിരുന്നത് കച്ചവടം ചെയ്യാനും സാധനങ്ങൾ വാങ്ങിക്കാനും അടിമക്കച്ചവടം ചെയ്യാനും ഇവിടുന്ന് സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാനും ഒക്കെ തന്നെയാണ് അവർ വന്നിരുന്നത്. അടിമക്കച്ചവടമൊക്കെ ഇതിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാർസലാണ്. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ അവരിവിടെ വന്നിരുന്നു എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ആരാണ് യഥാർത്ഥത്തിൽ മതം മാറിയത് എന്നുള്ളൊരു ചോദ്യം വരും. ആരോ ഒരാൾ മതം മാറിയിട്ടുണ്ട്, അവിടെ ഒരു തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് എ പേഴ്സൺ ഫ്രം കേരള. ഈ അറബികൾ ഇവിടെ കച്ചവടം ചെയ്യാൻ വന്നു. ഈ അറബികൾ തിരിച്ചു പോയിട്ട് അവരെവിടെ നിന്നാണ് വന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇന്നും പല അറബികൾക്കും പല പഴയ ആൾക്കാർക്ക് പോലും ഇന്ത്യ ഈ മലയാളികൾ ഒരു രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്താണെന്നറിയില്ല. അതാണ് എല്ലാ സംസ്കാരങ്ങളിലും, അതായത് വിദ്യാഭ്യാസവും എഴുത്തും വായനയും ഇല്ലാത്ത ഒരു കൾച്ചറിൽ എങ്ങനെയാണ് ഈ മലബാർ അല്ലെങ്കിൽ കേരളം എന്നുള്ള കാര്യത്തെപ്പറ്റി അവർക്ക്, അന്ന് മലബാറായിരുന്നു, മലബാറിനെ പറ്റി അവർക്ക് അറിയാൻ പറ്റുന്നത്. പക്ഷേ അതിന് പകരം അവർക്കറിയാവുന്നത് മാലി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ ഈ മാലിയിൽ നിന്നൊരു രാജകുമാരൻ അയാൾ അവിടെ പോകുന്നു. അയാളുടെ പേരാണ് കലിമിഞ്ച എന്ന പേരുള്ളത്. AD 1153 ഈ കലിമിഞ്ച പോകുന്നത്. അയാൾ മതം മാറിയ മാലദ്വീപ് രാജാവായ കലിമിഞ്ച. ഈ കഥയാണ്. എന്നിട്ട് അയാൾ അവിടെ ചിലപ്പോൾ കുഴിച്ചിട്ടിട്ടുണ്ടാകും. പക്ഷേ അറബികൾക്കറിയാം ഈ മാലി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഒരാൾ വന്നിട്ട്. അപ്പം മലബാറും മാലിയും തമ്മിലുള്ള ഈ വാക്കിൻ്റെ പുറത്തുള്ള ഒരു കൺഫ്യൂഷൻ അവിടെ നിലനിന്നത് കൊണ്ടാണ് ഈ മലബാർ മാലിയായിപ്പോയത്. സോ ഈ ഒരു ജിയോഗ്രഫിക് എന്താ പറയുക, ആൻഡ് ഏകദേശം ഒരേ പ്രദേശമാണ്, ഫ്രം ദി അറബ് പെർസ്പെക്റ്റീവ്. ഈ ഒമാൻ, സാൻസിബാർ ഒമാൻ, യമൻ ആ ഏരിയയിൽ നിന്നും ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ഇതെല്ലാം ഏകദേശം ഒരു ഡയറക്ഷനാണ്. അപ്പോൾ അവിടെ നിന്നൊരു ഡയറക്റ്റ് ലൈൻ വരച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ സീ ദാറ്റ് ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ അവിടെ നിന്ന് അവർ വന്ന് ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും ഏത് സ്ഥലത്തു നിന്നാണ്, ഏത് മാലിയിൽ നിന്നാണ് വന്നതെന്ന് അവർ ചോദിക്കില്ല. മാലിയിൽ നിന്ന് വന്നു അല്ലെങ്കിൽ മലബാറിൽ നിന്ന് വന്നു. അപ്പം ഈ ഒരു കൺഫ്യൂഷൻ കാരണമാണ് ഈ ഒരു ടൈപ്പോഗ്രഫിക് എറർ, ജിയോസ്പേഷ്യൽ ടൈപ്പോ എറർ കൊണ്ടാണ് ഈ മാലി മലബാറായി മാറിയത്. അങ്ങനെയാണ് ആ തെറ്റ് പറ്റിയത്. അതും പീരീഡുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. എന്തായിരുന്നാലും നമുക്കറിയാം 2.5 മണിക്കൂറിൻ്റെ ഗ്യാപ്പാണ്, ടൈം ഡിഫറൻസ് ആണ് മെക്കയും കേരളവും തമ്മിലുള്ളത്.
ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അവിടെ ചന്ദ്രൻ ഉദിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ചന്ദ്രനെ കാണാൻ പറ്റുമ്പോൾ ഇവിടെ എവിടെയാണ്, ഏത് ദിശയിലായിരിക്കും ചന്ദ്രനെ കാണുന്നതെന്നുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക, ആസ്ട്രോണോമിക്കൽ ഹെവൻലി ബോഡീസിനെ മെഷർ ചെയ്തുകൊണ്ടുള്ള ഒരു അനാലിസിസ് നമ്മൾ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചന്ദ്രനെ കാണാൻ ഇവിടെ നിന്നുകൊണ്ട് ഒരു സാധ്യതയും ഇല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോകണ്ട. ഈ ഐതിഹ്യങ്ങൾ ഈ പീരിയഡ് മാത്രം എടുത്താൽ തന്നെ ഇതൊരു വെറും ഒരു ഗുണ്ടാണെന്നറിയാം. അപ്പോൾ 4 പോയിന്റുകളാണ് ഈ പ്രസൻറ്റേഷനിൽ കൂടി പറയാനുള്ളത്. ഒന്ന്, ഒരു അക്ഷരത്തെറ്റ്, മാലദ്വീപിൽ നിന്നുണ്ടായ ഒരു അക്ഷരത്തെറ്റ് വെച്ചിട്ടാണ് ഈ മലബാറും മാലിയും അവർക്ക് മാറിപ്പോയത്. 2, ഒരു വളരെ പഴയ ഒരു ടെർമിനോളജിയാണ് ഈ ചേരമാൻ എന്നുള്ളത്. അതിപ്പോൾ കുറേ രാജാക്കന്മാർ ഷെയർ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ രാജാക്കന്മാരുടെ ഒക്കെ പീരീഡും മുഹമ്മദിൻ്റെ പീരീഡും നമ്മൾ 200 എന്ന ഏർലിയസ്റ്റ് ചേരമാൻ ആൻഡ് മുഹമ്മദിൻ്റെ ഈ ചന്ദ്രനെ പിളർത്തി, ഇനിയിപ്പോൾ മരിക്കണതിൻ്റെ 15 മിനിറ്റ് മുമ്പ് ഇദ്ദേഹം ചന്ദ്രനെ പിളർത്തിയാൽ പോലും AD 632 എന്നുള്ളത് കൃത്യമായിട്ടും ഹദീസുകൾ പറയുന്നുണ്ട്. ഒന്നുകിൽ അവരുടെ കണക്കുകൾ തെറ്റായിരിക്കും, മുഹമ്മദ് ജീവിച്ചിരുന്നത് പീരീഡ് കുറച്ചും കൂടി റീസെൻ്റ് ആയിരിക്കണം, അതും അവർ സമ്മതിക്കില്ല. ചേരമാനെ താങ്ങിയെടുത്ത് അങ്ങോട്ട് കൊണ്ട് വയ്ക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചേരമാനൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, ഭരണം നടത്തിയിട്ടുമില്ല. കാരണം നേരത്തെ മറ്റേ കൃഷ്ണരായർ ചേരമാന്മാരെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്ന പീരീഡും ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. സോ ആൻഡ് നമുക്ക് കഥകളുടെ ആവശ്യമുണ്ട്. ഈ മതങ്ങൾ തമ്മിലുള്ള ഈ ഒരേ ക്യാരക്ടറിനെ ഇങ്ങനെ പിടിച്ചു വലിച്ച് അവരവരുടെ രീതിയിലേക്ക് കൊണ്ടുപോയി അതിനെ മോഡിഫൈ ചെയ്യുക. പക്ഷേ ഇന്നത് വേറെ ആരും ചെയ്യുന്നില്ല, ഈ കോയമാർ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. കോയമാർ ചെയ്ത് അവർ മൂഞ്ചി പണ്ടാരടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഗുണ്ട് കഥകളും പറഞ്ഞിട്ട്. ഇതിലൊക്കെ എന്ത് സ്പിരിച്വാലിറ്റിയാണ് ഉള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഏതാ ഒരു പണ്ടം കണ്ട് ഏതാ ഒരു ദ്വീപിൽ നിന്ന് എങ്ങോട്ടാ പോയിട്ട് അവിടെ പോയി ചത്തിട്ട് ആ കഥയും പൊക്കിയെടുത്തോട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലും ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുമ്പോഴത്തേക്കും, പിന്നെ അതിൻ്റെ പേരിൽ കൊടുങ്ങല്ലൂർ ഒരു പള്ളിയിൽ അവിടെ ബോർഡൊക്കെ എഴുതി വയ്ക്കുമ്പോഴത്തേക്കും ഇവൻ്റെയൊക്കെ തലയിൽ എന്തൊരു ചാണകമാണ് എന്ന് നമ്മൾ ആലോചിച്ചു പോകും. അത് പറയാതിരിക്കാൻ നിവർത്തില്ല. എന്ന് വെച്ചാൽ ഒരു 15 മിനിറ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാവും എനിക്കിത്ര ഇതുണ്ടാക്കാനൊന്ന് നമ്മളെടുത്ത സമയം നോക്കണം. 5 മിനിറ്റ് കൊണ്ട് സാധാരണ ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന സാധനം ഞാൻ ഒരു ദിവസം കുത്തിയിരുന്നിട്ട് ഈ പണ്ടാരത്ത് സ്ലൈഡും കോപ്പും ഒക്കെ ഉണ്ടാക്കേണ്ടി വന്നെന്നുള്ളതാണ്. മണ്ടന്മാരെ എങ്ങനെ ബോധവൽക്കരിക്കും? ഇതേ ഉള്ളൂ മാർഗം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതുപോലുള്ള കഥകളെല്ലാം കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇതൊക്കെ വെറും തള്ളുകളാണ്. ഇവന്മാരുടെ തള്ളുകളെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. എൻ്റെ പ്രസൻറ്റേഷൻ തുടങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടിയെങ്കിലും ഇതിൻ്റെ രസകരമായ ഭാഗം ഇനി വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ സുഹൃത്തുക്കളെ. അതാണ് ഈ സാധനം. അതായത് 1 സെക്കൻഡ്, ഞാൻ ഈ സാധനം അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഞാനൊരു പ്രീവ്യൂ ഇട്ടായിരുന്നു. പ്രീവ്യൂ അല്ല, ഒരു പ്രോമോ പോലെ. അപ്പോൾ അതിന് വന്ന കുറച്ച് കമൻറ്റും കൂടി നമുക്ക് ഈ അവസരത്തിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കഷൻസിലോട്ട് പോകാം. ഞാൻ കമൻറ്റുകൾ ശ്രദ്ധിക്കുന്നില്ല. കമൻറ്റുകൾ ശ്രദ്ധിക്കാത്തതിൻ്റെ കാര്യം എൻ്റെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാണ് ആ പോസ്റ്റ്. ആ പ്രോമോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. അത് ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അതിനകത്തൊരു ടൈമിങ്ങിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് അടുത്ത തവണ ഞാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ പ്രോമോ ഇട്ടിട്ട് ഈ പ്രോമോയ്ക്ക് കിട്ടുന്ന കമൻറ്റുകൾ ഒന്ന് നോക്കിക്കോ. ഇതിൽ പുള്ളി പറഞ്ഞിരിക്കുന്നത്, കാരണം ഓൾവേസ് റിമെമ്പർ, കോയമാർ മൊണ്ണകളാണ്, സ്റ്റാറ്റിസ്റ്റിക്കലി മൊണ്ണകളാണ്. ബിക്കോസ് this is a theory that I'm going to propose. Okay, you might like it or not. The ability to type in Unicode Malayalam, okay, listen to this carefully. The ability to type in Unicode proper Malayalam is directly proportional to how fucked up Mallu Koyas are. Okay, the ability to type in Malayalam Unicode is directly proportional to how stupid these guys are. നോക്കിയോ, നിൻ്റെ മൈരെ മനസ്സിലാണ് എനിക്ക് മനസ്സിലായി. അടുത്തത് അതെവിടെയാണ്? അതിപ്പം 18 മിനിറ്റ് മുമ്പ് ഞാൻ പരിപാടി നടന്നിക്കൊണ്ടിരിക്കുമ്പോഴാണ്.
നിഷാദ് മുസാഫിർ ചിരിച്ചത്. പുള്ളി ഏത്തീസ്റ്റാണ്, എനിക്കറിയാനുള്ള. AC മുഹമ്മദ്, മഹ്മൂദ്, കഴുതപ്പുറത്ത് 7ാം ആകാശം യാത്രയോടെ അത്രയും വരുമോ ഈ ചന്ദ്രഛേദം. ഓക്കെ, പോടാ മൈര, നിൻ്റെ വീട്ടിൽ പോയി പറ ഷൂ നക്കി. താങ്ക് യു. ആരോ പറഞ്ഞില്ലേ എറിയുന്ന കമൻറ്റ് വരും. ആരോ, നമുക്ക് ഇതിന് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് വേണം, അല്ലാതെ മ്യൂസിക് ഇടാതെ പ്ലേ ചെയ്യാൻ പാടില്ലെന്നാണ് നബി പറഞ്ഞിരിക്കുന്നത്. യെസ്, 1 സെക്കൻഡ്. ഈ കോയമാരുടെ കാര്യമുണ്ടല്ലോ, ഇറ്റ്സ് റിയലി ഫണി. അതൊക്കെ മിത്തുകളാണടാ മദ്രസ പൊട്ട. അല്ലാഹു ആരോ മഴു എറിഞ്ഞ് കേരളം ഉണ്ടായത് എന്ന് തനിക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റുമോ സംഗി? എനിക്ക് ധൈര്യത്തിന് കുറവൊന്നുമില്ല, ഞാൻ എന്തിനെപ്പറ്റി വേണമെങ്കിലും പറയും. പക്ഷേ ഈ ഹിന്ദുക്കളാരും, എനിക്ക് തോന്നുന്നില്ല മലയാളികളായിട്ടുള്ള ഹിന്ദുക്കൾ ആരെങ്കിലും കേരളം ഉണ്ടായത് ഏതായിരുന്നു വന്ന് മഴ എറിഞ്ഞിട്ടാണെന്നുള്ള. നോബഡി ബിലീവ്സ് ദാറ്റ്. അതൊക്കെ മിത്തുകൾ ആണടാ മദ്രസ പൊട്ട. അല്ലാഹു മിത്താണോ? അത് സത്യമാണെന്ന് ആര് പറഞ്ഞു? കൽപ്പനകളും ചരിത്രവും ചേർന്ന് ഐതിഹ്യമാണ് അത്. മഴു എറിഞ്ഞാൽ അത് മഴുവിനെ ന്യായീകരിക്കുന്ന ടീമുകൾ. ഇനി ചേരമാൻ പെരുമാൾ, ഓക്കെ, മൂൺ സ്പ്ലിറ്റിംഗ്, അതിൻ്റെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ. വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ സയൻസ്. ഏതാ പുതിയ മൈരൻ? ഞാൻ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ ഉമ്മ പറഞ്ഞില്ലേ മോനെ ഞാൻ ആരാണെന്ന്, അത് അവന് കൊടുത്തിട്ടുള്ളതാണ്. താൻ കണ്ടിട്ടുണ്ട്, ഞാൻ മുസ്ലിം ആയിരുന്നു, ഇത് എൻ്റെ 38ാമത് ജന്മം ആണ്, അത് തെളിയിക്കാൻ പറ്റുമോ? എന്തൊരു ഈ പറഞ്ഞ സംഭവം നടന്നത്, അതായത് ഇവർ 2 പേരും ജീവിച്ചിരുന്ന നമ്മളുടെ ഇപ്പം അവതരിപ്പിച്ച സാധനം തന്നെയാണ്. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവും. സോ ഇതാണ് ചില കമൻറ്റുകൾ. മാറിയിരുന്നു തൂറ്. ഓക്കെ, രാവിലെയാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത്. ഏതൊരു രാമൻ മഴുവെറിഞ്ഞ് കേരളം ഉണ്ടായതാണ് എന്ന് എല്ലാവരും, ഇവന്മാർക്ക് ഈ മഴുവിൽ തൂങ്ങിയല്ലാതെ. പിന്നെ ചേരമാൻ ചന്ദ്രനെ പിളർത്തിയത്. ഈ പിന്നെ വരുന്ന ചില കമൻറ്റുകളാണ്. അതല്ല ഇത്, അല്ലാ ദ ക്രിയേറ്റർ, അല്ലാ ഈസ് ഹീ ഹൂ റേസ് ദ ഹെവൻസ് വിത്തൗട്ട് എനി പില്ലേഴ്സ് ദാറ്റ് യു സീ. ഇതവൻ ഖുറാനിലെ മിറക്കിളായിട്ട് അവതരിപ്പിക്കുകയാണ്. ഇവൻ്റെ തലയിൽ എന്തൊക്കെ തേങ്ങയാണെന്ന് ആലോചിച്ച് നോക്കും. ഉണ്ട്. ഈസ് ദർ എനി ഫാക്ടറി ഓൺ എർത്ത് ദാറ്റ് ക്യാൻ ടേൺ ഗ്രാസ് പ്ലസ് വാട്ടർ ഇൻ ടു മിൽക്ക്? അതിനകത്ത് അവൻ ബാക്ടീരിയ മിസ് ചെയ്ത്, ഗ്രാസിൻ്റെ ഇടയിൽ ഒരു ബാക്ടീരിയയും കൂടി ഉണ്ട്. ആൻഡ് ദർ ഇസ് certainly a lesson for you in cattle. We give you to drink of what is in their bellies for between digested food. ഇത് പറയുന്നതിന് മുമ്പ് ഈ ബീജം എവിടെ നിന്ന് ഉണ്ടാവണമെന്നും കൂടി ഒന്ന് കോയ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. അങ്ങനെ അവൻ കുറേ ഇട്ടിട്ടുണ്ട് കേട്ടോ. എടുത്ത് അലക്കാനായിട്ടാണ് 1 മാസത്തെ കണ്ടൻറ്റ് ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ഈ മൊണ്ണകൾ, കോയമാർ എന്ന് പറയുന്ന ഈ മൊണ്ണകൾ, ഇവന്മാരുടെ മാനസികാവസ്ഥ ഭയങ്കര ദുരിതമാണ്. ഐ മീൻ ദേ റിമെയിൻ ഫാക്കിംഗ് സ്റ്റൂപ്പിഡ് ആൻഡ് ദേ ലവ് ടു റിമെയിൻ സ്റ്റൂപ്പിഡ്. അതാണ് ഇതിൽ പറയാനുള്ളത്. നമ്മളുടെ പ്രസൻറ്റേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ക്ലബ് ഹൗസിൽ ആരൊക്കെ ജോയിൻ ചെയ്തതെന്ന് ഞാൻ കണ്ടില്ല. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും കമൻറ്റോ അഭിപ്രായങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ അഭിപ്രായം കൂടി നമുക്ക് കേൾക്കാം. എന്താണ് കുശാൽ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അല്ല, ഈ പരശുരാമന്റെ കഥ പറയുന്നുണ്ട്, ചോദിക്കുന്നില്ലേ? അപ്പൊ അവരെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഇൻ അവർ റിലിജൻ ബട്ട് ഓൾസോ എവറിവെയർ. എന്താണ് അത് അവർ പറയുന്നത്? എന്താണെന്ന് വെച്ചാൽ ഇപ്പം പരശുരാമൻ മഴുവെറിഞ്ഞോ, രാമൻ്റെ ശ്രീലങ്കയിലേക്ക് പോവുക, ഹനുമാൻ മല ചുമന്ന് ഈ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മിത്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആരും അതിനെ നിഷേധിക്കുന്നില്ല. അതിനെ ബിൽഡ് ചെയ്തിട്ട് അവർ ഇപ്പം ഇതൊരു വലിയൊരു സംഭവമായിട്ട് അവർ പറയുന്നില്ല. ഈ രാമൻ എന്താണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രിസ്തു എന്താണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു അന്തസത്ത എടുത്തിട്ടാണ് ഇന്ന് പലരും ഇതിൽ നിന്നും ഇപ്പോൾ കൃഷ്ണനായാലും രാമനായാലും അതിലുള്ള സന്ദേശങ്ങൾ, അത് ചിലപ്പോൾ ആൾക്കാരുണ്ടാക്കിയതായിരിക്കാം. ആ സന്ദേശങ്ങളാണ് അവരെടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള സ്പിരിച്വൽ മീനിങ് കാണാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് അത് റിലീജിയനാവുന്നത്. മറ്റതങ്ങനല്ല. അത് ലിറ്ററൽ റീഡിങ്, ഈ പറയുന്ന ഗുണ്ടുകളെല്ലാം അതേപടി വിശ്വസിച്ച്
അത് ഓർഡിനൻസുകളായിട്ടെടുത്ത് അത് നിഷ്കർഷതകളായിട്ടെടുത്ത് നിയമങ്ങളാക്കിയെടുത്ത് ജീവിത രീതിയും ജീവിത മാർഗങ്ങളുമാക്കിയെടുത്ത് ജീവിക്കുന്ന വളരെ പ്യൂറിസ്റ്റ് ആയിട്ടുള്ള ലിറ്ററൽ റീഡിങ്ങിൽ നിന്നും ജീവിക്കുന്നവരാണ് ഈ പറഞ്ഞ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ. അവർക്കിത് ഇപ്പം ഒരുപാട് മുസ്ലിങ്ങൾ ഇതൊന്നും അറിയില്ല. പക്ഷേ അവർക്കിത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ അവർ വളരെ ഈസി ആയിട്ട് ഇതിലേക്ക് ചെന്ന് പെടും, ചോദ്യം ചോദിക്കില്ല. ഇതാണ് നമ്മുടെ മതം എന്ന് പറഞ്ഞ് നടക്കും. അതാണ് അവിടെയാണ് ഈ മോഡറേറ്റ് മുസ്ലിംസ് എന്ന് പറയുന്നവർക്കൊരു റോളുണ്ട് എന്ന് പറയുന്നത്. ആ റോൾ അവർ ഫുൾഫിൽ ചെയ്യുന്നില്ല. അവർക്കിത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പം അവർ പറയുന്നത് അവർ മിണ്ടാതിരിക്കും. അത് കഥയാണ്. പക്ഷെ അവർ ചെയ്യേണ്ട ബേസിക്കലി ഇതാണ്. ഇത് ഏതെങ്കിലും ഉസ്താദ് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ മദ്ഹബിൽപ്പെട്ട നിങ്ങളുടെ വിശ്വാസത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പ്രബോധകൻ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ഇതുപോലത്തെ തീട്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ അവിടെ നിന്നിട്ട് എതിർക്കണം. അത് ഇവർ ചെയ്യില്ല. അവർ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇരുന്ന് ചെയ്യുന്നത്. കാരണം ഇത് സമൂഹത്തിലൊരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മതമാണിത്. സമൂഹത്തിന് പൊതുസമൂഹത്തിന് ഒരു ഡേഞ്ചറായി മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനെ സ്പെസിഫിക്കലി നമ്മൾ ടാക്കിൾ ചെയ്യുന്നത്. അപ്പം ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് ഇസ്ലാം കൂടുതൽ ടാർഗറ്റഡ് ആവുന്നത് എന്നുകൊണ്ട്. മുസ്ലിങ്ങളെല്ലാം ടാർഗറ്റ് ചെയ്യുന്നത് ഇസ്ലാമും ഇസ്ലാമിൻ്റെ ഐതിഹ്യങ്ങളും കഥകളും അവർ മെനഞ്ഞെടുത്തിട്ടുള്ള ഈ ഒരു ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസും അവിടെയാണ് ഇത് ഡിസ്കഷന് വയ്ക്കുന്നത്. സോ ഇനിയിപ്പോൾ ഏത് ഐതിഹ്യം എടുത്തുകൊണ്ട് വന്നാലും ഒരു യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളാണ് അവർ മറ്റുള്ള മതങ്ങളെക്കാളും മെച്ചപ്പെട്ടതാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവരും പറയണം ഞങ്ങളുടെ മതത്തിലും ഇതുപോലുള്ള നാറ്റക്കേസുകളുണ്ടെന്നുള്ള അവരുടെ റെഫർമേഷൻ്റെ മൂവ്മെൻ്റായിട്ട് മാറണം. എപ്പോഴാണ് ഇസ്ലാമിലൊരു റെഫർമേഷൻ ഉണ്ടായത്? അങ്ങനെ ഇതിൻ്റെ അകത്ത് ഇത്രയും മോശമായ കാര്യങ്ങൾ മറ്റു മതങ്ങളിലും ഒരുപാട് മറ്റ് വിശ്വാസങ്ങളിലും സംഹിതകളിലും ഒക്കെ ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടേത് മെച്ചമായോണ്ടേ അല്ലേ ഇതല്ലേ അവസാനം വന്നതെന്ന് ഇവർ പറയുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി മെച്ചപ്പെട്ട അതാണ് എന്റെ ചോദ്യം. ഇത് മെച്ചപ്പെട്ടതാവണ്ടേ? അല്ല, ഗണപതിയുടെ തല മാറ്റിയതും ഈ പരശുരാമന്റെ എടുത്തു വരുന്ന ഇവര് എന്താണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്? അതെ, അതിനേക്കാളും മോശമായ സാധനമാണ് ഗണപതിയുടെ തല മാറ്റി വെച്ച്. അറ്റ്ലീസ്റ്റ് ഗണപതിയുടെ തല മാറ്റി വെച്ചു എന്ന് പറയുന്നത് കഥയാണെന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. പക്ഷേ ചന്ദ്രനെ പിളർത്തിയത് ഒരാൾ കേൾക്കുമ്പോഴത്തേക്കും ഇത് പറയാണ്. മറ്റേ അൺമാസ്കിങ് ഏത്തീസത്തിൽ മുഹമ്മദ് ഖാൻ ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ചന്ദ്രൻ പിളർന്നതാണെന്ന്? നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ട്? ബിക്കോസ് ഹീ ഈസ് സിൻസിയർലി കൺഫ്യൂസ്ഡ്. അപ്പോൾ ആ പൊട്ടൻ ഇരുന്ന് പറയാണ് യെസ് വിശ്വസിക്കുന്നുണ്ട്. അതെ, വിശ്വസിക്കാൻ പറയുന്നത് വിശ്വസിക്കുന്നു. അല്ല, എന്നിട്ട് വീണ്ടും ഒട്ടിച്ചു വെച്ചു, അതും വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ മാറി, മനസ്സിലായില്ല? സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ്, നമ്മളുടെ നമ്മൾ നാച്ചുറലി ഇൻക്വിസിറ്റീവ് ആൻഡ് ക്യൂറിയസ് ആണ്. അതിനെ സസ്പെൻഡ് ചെയ്ത് അടിച്ചമർത്തി വെക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഭീകരമായ ഒരു സിസ്റ്റം ആയിരിക്കണം ഇസ്ലാം, അല്ലേ? അതായത് ചന്ദ്രനെ പിളർത്തി തിരിച്ചൊട്ടിച്ചു വെച്ചു എന്ന് വിശ്വസിക്കുന്ന ഇന്ന് ജീവിക്കുന്ന BDS പഠിച്ച ഒരുത്തൻ ഇരുന്ന് പറയാണ്. കോളേജിലും യൂണിവേഴ്സിറ്റിയിലും ഒക്കെ, കോളേജിലും മെഡിക്കൽ കോളേജിലും പോയിരുന്നു ഒരു പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുന്ന, എഴുതാനും വായിക്കാനും അറിയാവുന്ന ഒരുത്തൻ ഇരുന്ന് പറയാണ് ചന്ദ്രനെ പിളർത്തിയിട്ട് ഒട്ടിച്ചു വെച്ചെന്ന്. ദാറ്റ് ഈസ് ഡേഞ്ചറസ്. കാരണം അതേ കിതാബിൽ വേറെയും സാധനങ്ങൾ പറയുന്നുണ്ട്, അതും അവൻ വിശ്വസിക്കുന്നുണ്ടല്ലോ. അതിന് ഇവനെ നിരസിക്കാൻ പറ്റില്ല. അവരെ പോലുള്ളവർക്ക് ലിറ്ററൽ റീഡിംഗ് ആണ് പ്രാബല്യത്തിൽ കൊണ്ടുവരണം. അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തുള്ള ജനാധിപത്യത്തെ അട്ടിമറിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ സന്ദേശം. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും ഞാൻ നമ്മളുടെ യൂട്യൂബിലുള്ള കമൻറ്റുകൾ ഒന്നും ഞാൻ കണ്ടില്ല. ഗൈബ്സ് ക്ലബ് ഹൗസ് ലിങ്ക് പ്ലീസ്. ക്ലബ് ഹൗസ് ലിങ്ക് ഇപ്പം ഞാൻ എങ്ങനെ കൊടുക്കും? അവിടെ ആരെങ്കിലും ഒന്ന് ക്ലബ് ഹൗസിൻ്റെ ലിങ്ക് കാരണം ക്ലബ് ഹൗസിൻ്റെ ലിങ്ക് ഇട്ട കുറേ ഉണ്ട്, നീണ്ട ലിങ്കാണ്. പ്ലീസ് ഗിവ് മീ ദ ലിങ്ക്. Man, people are asking for the link. I need to teach this asshole. Wait. Farouk is saying his name is Nishad Kaipalli. He is actually speaking about his own religion. I am not speaking about my religion. I am not a Muslim. Okay, please be aware of that. My great-grandparents were Muslims. And my great-great-great-grandparents were probably from these Arab tribes. Nobody cares if you understand this is a Malayalam channel. You can show yourselves out. Come on, no, don't say that. By the way, you are all fake ex-Muslims. Thank you for that.
I'm not an ex-Muslim. I was never a Muslim. So whatever the fuck you tell me, it doesn't matter. Are you still a fool? ആരോ നമ്മളെ ചാനൽ ഇൻ്റർനാഷണലി ഷെയർ ചെയ്തിട്ടുണ്ട്. It's part of radicalization. That was fun. Farouk Mama Malayaliana. Okay. DeLorean. Yes. If it's fun, just enjoy. CCTV. Grow a pair and write in English. This is a Malayalam channel, motherfucker. If you can't follow that, if you can't enjoy that, scoot. Aland Farouk is how you understand him. അവൻ അണ്ടർസ്റ്റാൻഡ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. I don't. I'm here just to troll the fools who attack other religions. അതായത് ഫറൂഖിൻ്റെ റിലിജനെ അറ്റാക്ക് ചെയ്താൽ മാത്രമേ അവന് കൊള്ളൂ. കൊള്ളാം, നല്ല രസമുണ്ട്. No wonder Islam is the fastest fucking religion in the world. What I mean is, it's the fastest fucking religion. Not people are not following it. You guys are just fucking a lot, so people believe that it is the fastest growing religion. Okay, let me address this point. That's my point. Is anyone forcing him to embrace Islam? People believe what they want. That's not true. That is not true. The Farouk 73. That's not true. Let me explain this in a language that you can follow. Islam doesn't allow people to leave the religion. Okay, anyone can enter the religion, but you cannot leave the religion, and that is a problem if you're going to live in a democratic country, right? If you believe in democracy, you need to allow people to do what you just said, but Islam doesn't allow that. Yeah, keep up. Some people believe a dead naked man nailed to a cross is God. Okay, that's fine. But they don't go around saying that if you don't believe in our dead naked God, we're going to kill you. But that's what your book says. So yeah, that is a problem. I hope we will be able to do a impromptu live session where people can just jump in the conversation and I can speak to them live. Unfortunately, I have not set it up like that, but I will be doing that shortly. So till then, guys, thank you for joining and goodbye.